Hi guys, welcome to Hack Files. So ഇന്നത്തെ വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആൻഡ് ഐ ആം വെരി ഹാപ്പി ടു പ്രസൻറ്റ് ദിസ് വീഡിയോ ബിക്കോസ് റിയൽ വേൾഡിൽ വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വൾണറബിലിറ്റി ആണ് ഇത്. ആൻഡ് താങ്ക്സ് ടു ഷാഡോ എലൈറ്റ്, നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലുള്ളൊരു മെമ്പറാണ്. സോ പുള്ളി ഇതുപോലത്തെ പുതിയ എക്സ്പ്ലോയിറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ കയറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെലിഗ്രാം എടുക്കുക, ഹാക്ക് ഫൈൽസ് കമ്മ്യൂണിറ്റി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ആൻഡ്രോയിഡ് ഹാക്കിംഗ് ആണ്. സോ ഇത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ വരുന്നൊരു വൾണറബിലിറ്റിയാണ് ആൻഡ്രോയിഡിൽ. സോ എനിക്ക് മനസ്സിലായത് ആൻഡ്രോയിഡിൻ്റെ 13 താഴെയുള്ള എല്ലാ ഡിവൈസസിലും ഇത് പോസിബിളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് വീഡിയോ ഈസ് പ്യൂർലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആൻഡ് ഈ ഒരു വീഡിയോയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ് തരിക എന്നതാണ്. അതായത് ഇങ്ങനത്തെ ഒരു വൾണറബിലിറ്റി ആൻഡ്രോയിഡ് ഡിവൈസസിലെല്ലാം ഉണ്ട്. സോ നിങ്ങൾ അവെയർ ആവണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, ഡോണ്ട് മിസ്യൂസ് ദിസ് ആൻഡ് ഡോണ്ട് ട്രൈ ദിസ് ഓൺ പബ്ലിക്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ ആ റേഞ്ചിൽ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നതാണ്. ഈ വീഡിയോ യൂട്യൂബ് ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ റാസ്ബെറി പൈ ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റാസ്ബെറി പൈസിൻ്റെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. സോ ഞാൻ റാസ്ബെറി പൈ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറെ ലിനക്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നത് കാരണത്താലാണ് ഞാൻ റാസ്ബെറി പൈ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു അറ്റാക്കിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു ലിനക്സ് ഡിവൈസ്, അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഉള്ളൊരു ഇൻബിൽഡ് ആയിട്ടുണ്ടായാലും മതി, എക്സ്റ്റേണലായിട്ട് ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. സോ ഞാൻ റാസ്ബെറി പൈ ആണ് യൂസ് ചെയ്യുന്നത് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട. സോ എൻ്റെ അടുത്ത് റാസ്ബെറി പൈ ഇല്ല, എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറെ ലിനക്സ് ഇല്ല, പിന്നെ എൻ്റെ PCയിലുള്ള ലിനക്സ് ആണെങ്കിൽ കറപ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റാസ്ബെറി പൈ യൂസ് ചെയ്യുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാസ്ബെറി പൈ 4B ആണ് ഇത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്, ഇൻബിൽഡായിട്ട് ബ്ലൂടൂത്ത് ഉണ്ട്. സോ അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ബ്ലൂടൂത്ത് മൊഡ്യൂൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു റാസ്ബെറി പൈ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ലിനക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ PCയിലൊക്കെ ഇൻബിൽഡായിട്ട് ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തന്നെ യൂസ് ചെയ്യാം. വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂളൊന്നും യൂസ് ചെയ്യേണ്ട. സോ നിങ്ങളത് ഫസ്റ്റ് സപ്പോർട്ടിംഗ് ആണോ നോക്കുക. ഇനി സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, വളരെയധികം ചീപ്പാണ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ. സോ അത് യൂസ് ചെയ്താൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ റാസ്ബെറി പൈ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ റാസ്ബെറി പൈയിൽ സ്ക്രീൻ ഷെയർ അല്ല ചെയ്യുന്നത്, ബട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാമറയിലൂടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് റാസ്ബെറി പൈയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പെർഫോമൻസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആയത് കാരണത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഗിറ്റബ് റിപ്പോ ഗ്ലോൺ ചെയ്യുക എന്നതാണ്. സോ നമുക്ക് അതിലോട്ട് പോകാം. സോ ഗൈസ്, ഞാൻ നമ്മുടെ ബ്രൗസർ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലൂ ഡക്കി എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റോടൊപ്പം തന്നെ ഗിറ്റ്ഹബും കൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിപ്പോ കിട്ടുന്നതാണ്. സോ നിങ്ങൾ ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും പെൻടെക്സ്റ്റ് ഫങ്ഷൻസ് //blueducky എന്ന് പറഞ്ഞിട്ട് അതിൻ്റോടൊപ്പം തന്നെ അതിൻ്റെ ഒരു CV നമ്പറും കൊടുത്തിട്ടുണ്ട്, CV 2023 45866 എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഇതൊരു 3 month മുന്നേ ഉള്ളതാണ്. 2023 ലാസ്റ്റ് ഉള്ളൊരു വൾണറബിലിറ്റിയാണ് ഇത്. അന്ന് എന്നതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും, അബൌട്ട് അൺഒതൻറ്റിക്കേറ്റഡ് പിയറിംഗ് ലീഡിങ് ടു എ കോഡ് എക്സിക്യൂഷൻ എന്നതാണ് ഈ ഒരു വൾണറബിലിറ്റിനെ കുറിച്ച് അവർ എഴുതിയിട്ടുള്ളത്. സോ ബ്ലൂഡക്കി ആൻഡ്രോയിഡ്, ഇത് ആൻഡ്രോയിഡിലോട്ടുള്ളതാണ്. പിന്നെ ഞാൻ നോക്കിയ സമയത്ത് iOSലോട്ടും അതുപോലെ തന്നെ മാക്കിലോട്ടൊക്കെ ഉള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ മാജിക് കീബോർഡൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. സോ ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്തെന്നുള്ളൂ, ജസ്റ്റ് ഒരു അറിയിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനത് ട്രൈ ഒന്നും ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ മാജിക് കീബോർഡൊന്നും ഇല്ലാത്തത് കാരണത്താൽ. നമ്മൾ റീഡ്മിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിതിൻ്റെ സെറ്റപ്പ്, ഇൻസ്റ്റാളേഷൻ ആൻഡ് യൂസേജ് എന്ന് കാണാൻ കഴിയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് ഇത് ഗ്ലോൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലോട്ട് ഗ്ലോൺ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു കമാൻഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ടെർമിനൽ എടുക്കുക. ടെർമിനലിൽ അത് ജസ്റ്റ് ഒന്ന് Ctrl+Shift+V നെക്കിയിട്ട് അവിടെ ഇട്ട് കൊടുത്ത് എൻ്റർ നെക്കിയാൽ മതി. ബട്ട് ഞാനിവിടെ എൻ്റർ നെക്കുന്നില്ല, കാരണം ഞാനിത് ആൾറെഡി ഗ്ലോൺ ചെയ്തതാണ്. എൻ്റെ സിസ്റ്റത്തിൽ ആൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത്
ഗ്ലോൺ ചെയ്യാത്തത്. ഓക്കെ, സോ ഞാനിവിടെ കൺട്രോൾ സി ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനതൊന്ന് ക്ലിയർ ചെയ്ത്. ബട്ട് നിങ്ങൾ ഗ്ലോൺ ചെയ്ത സമയത്ത് ഗ്ലോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് LS എന്ന് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബ്ലൂ ഡക്കി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറക്ടറിയിൽ കാണും. സോ ഞാൻ ജസ്റ്റ് ബ്ലൂ CD ബ്ലൂ ഡക്കി എന്ന് അടിച്ചു. ആ ഒരു സമയത്ത് എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ റീഡ്മീത് പോലെ തന്നെ sudo HCI config HCI 0 up എന്നുള്ളൊരു കമാൻഡ് അടിക്കണം. സോ ഇതടിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ കാണ്ട് ഇനിറ്റ് ഡിവൈസ് HCI 0 എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലൂടൂത്ത് ഓഫ് ആയത് കാരണത്താലാണ്. സോ ഗൈസ്, എനിക്ക് ഇങ്ങനെ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്ലൂടൂത്ത് ഓഫാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ബ്ലൂടൂത്ത് ഓഫ് ആയത് കാരണത്താലാണ് ഇങ്ങനെ വരുന്നത്. സോ എനിക്കിവിടെ ബ്ലൂടൂത്ത് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കമാൻഡ് ഒന്നും കൂടി അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. സോ ഇത് ബ്ലൂടൂത്ത് ഓഫ് ആയത് കാരണത്താലാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലൂടൂത്ത് ഓൺ ആക്കാവുന്നതാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് നിങ്ങൾ ഇൻബിൽഡായിട്ട് ബ്ലൂടൂത്ത് ഇല്ല എങ്കിലും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ സാധ്യതയില്ല, കാരണം നിങ്ങളിതിൽ ബ്ലൂടൂത്ത് ഇല്ലല്ലോ. സോ ഇഫ് യു ആർ യൂസിങ് എക്സ്റ്റേണൽ ബ്ലൂടൂത്ത് മൊഡ്യൂൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. മേ ബി ചിലതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെർമിനലിലൂടെ നിങ്ങൾക്ക് ഈ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ട് ഓണാക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഹൗ ടു ടേൺ ഓൺ ബ്ലൂടൂത്ത് ത്രൂ ടെർമിനൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ ഞാൻ ഈ ഒരു കമാൻഡ് അടിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സോ എനിക്ക് ഈ ഇഷ്യൂസ് അല്ല വന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പിങ് ചെയ്യുക, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മേ ബി സപ്പോർട്ട് അല്ലാത്തത് കാരണത്താലും നിങ്ങൾക്ക് അങ്ങനത്തെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. എനിവേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. ബട്ട് ബിഫോർ ഡൈവിങ് ടു ദാറ്റ് വി നീഡ് ടു ഇൻസ്റ്റാൾ സം പാക്കേജസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു കമാൻഡ് അടിക്കുന്നു. sudo apt get update എന്നുള്ളൊരു കമാൻഡ് അടിക്കാൻ പോവുകയാണ്. സോ ഞാനിവിടെ എൻ്റർ അടിക്കുന്നില്ല, ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് കൺട്രോൾ C ആക്കി ഇതാക്കുന്നു. പക്ഷേ നിങ്ങളിത് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു കമാൻഡ് അടിച്ചിട്ട് എൻ്റർ അടിക്കണം. സോ ഓക്കെ, ഞാനിങ്ങനെ ഓരോ കമാൻഡും ഇങ്ങനെ പറയുന്ന വളരെയധികം ബിഗിനേഴ്സും ഇത് കാണുന്നുണ്ടാകാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ പണ്ടത്തെ വീഡിയോസിലൊക്കെ എല്ലാ കമാൻഡും ഈവൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വീഡിയോൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും കൂട്ടണ്ടെന്ന് വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ലിനക്സ് കോഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നു എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിനക്സ് ബേസിക്സ് ഒന്നും അറിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കി ലിനക്സ് ബേസിക്സ് പഠിക്കുക എന്നതാണ് പറയാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കമാൻഡ് ഞാൻ ഇതുപോലെ ഇതാക്കി കൺട്രോൾ C നിൽക്കുന്നു, ഞാൻ ചെയ്യുന്നില്ല. സോ എനിക്ക് പറയാനുള്ളത്, ഞാൻ അങ്ങനെ ഓരോ കമാൻഡും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റപ്പ് ഇൻസ്ട്രക്ഷൻ, ഇതിലെ ഓരോ കമാൻഡും കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഇതൊക്കെ എല്ലാം മസ്റ്റാണ് ഇത് റൺ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ അതിന് ശേഷം ഈ ഒരു കമാൻഡ് ഇൻസ്റ്റാൾ ചെയ്യുക, മൊത്തമായിട്ട് എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഈ ഒരു റെപ്പോസിറ്ററി ക്ലോൺ ചെയ്യണം. പിന്നെ അതിൽ പോയിട്ട് setup.py ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഈ ടോട്ടൽ കമാൻഡ്സും കൂടി ഓരോന്നായിട്ട് ഇട്ടിട്ടാണെങ്കിലും ചെയ്യണം. സോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കമാൻഡ് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇത് ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ റൂട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അത് റൂട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു സംഭവം സെറ്റ് ചെയ്യാം. സോ ഇതിൽ കോംപ്ലിക്കേഷനായിട്ട് ഒന്നും വരുന്നില്ല, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, അത്രയും കാര്യങ്ങൾ വരുന്നുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെർമിനലിട്ട് പോകാം. സോ നമ്മുടെ ബ്ലൂടെക് ഇവിടെ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു കമാൻഡ് ജസ്റ്റ് python 3 bluetech.py എന്നുള്ളൊരു കമാൻഡ് എടുക്കുക. ജസ്റ്റ്
പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. നിങ്ങളിതിൽ പൈതൺ 3 ഒക്കെ ആൾറെഡി ഇൻസ്റ്റാൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പൈതൺ 3 ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് പറയാനുള്ളത്. സോ ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ച് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാം. സോ ഫുൾ സ്ക്രീൻ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്, പീസ് വാസ് നെവർ ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. സോ യു ക്യാൻ സ്റ്റിൽ അറ്റാക്ക് ഡിവൈസസ് വിത്തൗട്ട് വിസിബിലിറ്റി ഇഫ് യു ഹാവ് ദർ മാക് അഡ്രസ്. സോ ഇത് പറയുന്നത് നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്കവറബിൾ ആക്കിയാൽ മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത്ര 1 മിനിറ്റിന് ഡിസ്കവർ ആക്കുന്ന സംഭവങ്ങൾ. സോ ഇത് പറയുന്നത് ഡിസ്കവർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ മാക് അഡ്രസ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ആ ഒരു ഡിവൈസിനെ അറ്റാക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ സ്റ്റിൽ ദിസ് ഈസ് എ എഡ്യൂക്കേഷണൽ വീഡിയോ. ഇതിലൂടെയൊക്കെ നിങ്ങളെ മലീഷ്യസ് ആയിട്ടുള്ള അറ്റാക്കേഴ്സ് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവെയർ ആവുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്രസ്സ് ടാർഗറ്റിൻ്റെ അഡ്രസ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോൺ ഡിവൈസസ് ഒന്നും വരത്തില്ല. ബട്ട് എൻ്റെ കേസിൽ ഞാൻ മുന്നേ സ്കാൻ ചെയ്തത് കൊണ്ട് ഇങ്ങനെ 2 ഡിവൈസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എൻ്റെ 2 ഡിവൈസസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബിക്കോസ് മുന്നേ ഞാനിത് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് സ്കാൻ ചെയ്ത ഡിവൈസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമായി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മേ ബി ഇതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. സോ ഞാനിവിടെ ഡു യു വാണ്ട് ടു യൂസ് വൺ ഓഫ് ദീസ് നോൺ ഡിവൈസസ് എന്നുള്ളിടത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇതിലെ നമ്പർ ഓഫ് ഡിവൈസ് ഏതാണ് ചൂസ് ചെയ്യുന്നതെന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നോക്കിയ C3 ആൻഡ്രോയിഡ് ആണ്, മറ്റേത് ഐഫോണാണ്. സോ ഐഫോണിൽ ട്രൈ ചെയ്ത സമയത്ത് അത് പറ്റുന്നില്ലായിരുന്നു. സോ ഞാനിവിടെ 2 അടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ച്. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. സുഡോ സർവീസ് ബ്ലൂടൂത്ത് റീസ്റ്റാർട്ട് ഒക്കെ ചെയ്ത് റൺ ആവുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു ഫോണിൽ ബ്രൗസർ ഓപ്പൺ ആയി ആൻഡ് അതുപോലെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തു വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഞാനിവിടെ ഒരു പ്രോസസ്സിങ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇവിടെ LS അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ payload.txt എന്നൊരു ഫയൽ കാണാൻ കഴിയും. സോ ഞാനത് ഒന്ന് ക്യാറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിൽ കൊടുക്കുന്നത് GUIB ഡിലേ 1000 എന്നൊക്കെ ഉണ്ട്. GUIB ബ്രൗസർ GUI ആയിട്ട് ഓപ്പൺ ആക്കാനാണെന്ന് തോന്നുന്നു. ആൻഡ് അതുപോലെ തന്നെ അവിടെ ഒരു സ്ട്രിങ് കൊടുക്കുന്നുണ്ട്. സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ലിങ്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് ഓട്ടോമാറ്റിക്കലി വരും. സോ ഇത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അറ്റാക്കിലൂടെ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ഫോണിലോട്ട് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ മൗസ് അല്ലെങ്കിൽ കീബോർഡൊക്കെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റുമെന്നത്. സോ ആ ഒരു സമയത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന എല്ലാ കാര്യങ്ങളും ഇതിലും ചെയ്യാൻ പറ്റും. അതിൽ വരുന്നൊരു വൾണറബിലിറ്റിയാണ് ഈ സംഭവം. സോ നിങ്ങൾക്ക് മുന്നേ അറിയുന്നുണ്ടാകും റബ്ബർ ഡക്കി, അതുപോലെ തന്നെ 2 കൊല്ലം മുന്നൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു റബ്ബർ ഡക്കിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫോണിലോട്ട് കുത്തി ഫോൺ ലോക്കൊക്കെ അൺലോക്ക് ചെയ്തുന്നൊരു സംഭവം. സോ ആ ഒരു സംഭവം തന്നെയാണ് ഇത്. സെയിം ഇതാണ്. ഇതിന് പറയുന്നതാണ് HID അറ്റാക്സ് എന്ന് പറയുന്നത്. സോ റബ്ബർ ടക്കിയുടെ വീഡിയോസ് അല്ലെങ്കിൽ റബ്ബർ ടക്കിയുടെ അതേ ഒരു ഇത് വർക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഒരു ചെറിയൊരു മൈക്രോ കൺട്രോളർ ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്, Atini 85 എന്നാണ്. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ്. സോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഗിറ്റ് ഹബിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ അവർ 2 പാലോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാലോഡ്സ് എന്താ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇത്രയും സ്ട്രിങ്സ് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യും എന്നതാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പാലോഡ് എന്ന് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രൈവറ്റ് ബ്രൗസർ എടുത്തിട്ട് hackertyper.net എന്നൊരു ബ്രൗസറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ ഇനീഷ്യലി പറഞ്ഞത് ഇതാണ്. ഈ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞത് വളരെയധികം പ്രാക്ടിക്കലായിട്ടുള്ളൊരു അറ്റാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ പ്രാങ്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫണ്ണി ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അതുപോലെ തന്നെ മറുഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഇതൊരു സ്കാറി ആയിട്ടുള്ളൊരു വൾണറബിലിറ്റിയാണ്. ബിക്കോസ് ഇത് പല രീതിയിലും
ഒരു അറ്റാക്കറിന് പല രീതിയിലും ഈ ഒരു അറ്റാക്ക് ക്രാഫ്റ്റ് ചെയ്ത് വളരെ ഡേഞ്ചറായിലോട്ട് പോകാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു അവയർനെസ് തരാൻ. സോ ദിസ് വീഡിയോ ഇസ് പ്യൂർലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. സോ ഗൈസ് ഡോണ്ട് മിസ്യൂസ് ദിസ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇപ്പോൾ നിങ്ങളുടെ വിക്ടിം ഒരു വാട്സപ്പൊക്കെ യൂസ് ചെയ്ത് ആർക്കെങ്കിലും ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റും. സോ അത് ജസ്റ്റ് ഇതുപോലെ സ്ട്രിങ് ഒക്കെ കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുന്ന സംഭവം ചെയ്താൽ മതി. സോ ആ ഒരു മെസ്സേജ് അവർക്ക് സെൻഡ് ആകും. ഓക്കെ, ഇതുപോലെ ഫ്രണ്ട്സിനൊക്കെ പ്രാങ്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്കാരി സൈഡാണെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിൽ മെറ്റസ്പ്ലോയിറ്റിലൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന പേലോഡ് ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഈ payload.txt ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ലിങ്ക് കൊടുത്തല്ലോ, അതിൻ്റെ പകരം നമ്മുടെ ആ ഒരു വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്ത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ നമുക്ക്. സോ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാം. അപ്പോൾ മുന്നൊക്കെ എന്താണ് ഒരു മെറ്റസ്പ്ലോയിറ്റ് പേലോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ അവരെ ട്രിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം. ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ പറ്റും. സോ ഞാനപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. സോ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യാമെന്നാണ് പറയാനുള്ളത്. ബട്ട് ട്രൈ ഔട്ട് ചെയ്യുകയെന്ന് പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനുമാണ്, അല്ലാതെ ബാക്കിയുള്ളവരുടെ ഇത് യൂസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. സോ ഹാക്ക് റെസ്പോൺസിബിളി എന്നാണ് പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കിടിലം വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. സോ ഗൈസ്, ഇനി നമ്മുടെ RTLSTRൻ്റെ കുറേ വീഡിയോസ് വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.